കൂടി പ്രവർത്തിക്കുന്ന അരങ്ങ് സ്റ്റേറ്റ് ആർട്ടിസ്റ്റാണ്. സ്റ്റേറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ കുരുവിക്കാട് അവர்களാണ്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KV ശ്രീകുമാർ അവർ, ബഹുമാന്യനായ ശ്രീമതി ഷാലു മേനോൻ അവർ, ശ്രീ P. ഇന്ദിരാദാസ്, ശ്രീമതി സുജാത ദേവി, അഡ്വക്കേറ്റ് KA ആനൂർ, ഡോക്ടർ KR പ്രസാദ്, ശ്രീ ശ്യാം ശാത്തന്നൂർ, അനീഷ് കാവ്യ, സൗമ്യ മൗലേന്ദ്ര തുടങ്ങി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികളും ഈ കോടിയ വേദികൾക്ക് കാരണമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ അടുത്ത സമയത്ത് ഒരു റിയാലിറ്റി ഷോയിലൂടെ നമ്മളൊക്കെ വിസ്മയിപ്പിച്ച ഒരു മാന്യ വ്യക്തി, ഒരു കലാകാരി നമ്മോടൊപ്പം ഇന്ന് വേദിയിൽ വന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി സുധി മോൻ. ചിത്രാരാധനയെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞാൻ നേരിട്ട് വിളിച്ചപ്പോഴാണ് സാറ് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വന്ന ചെങ്ങന്നൂർ ഒരു വലിയ പ്രോഗ്രാമിൽ നിന്ന് വന്നതാണ്. സാറിന് ഞങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അപ്പം നമ്മുടെ സംഘടനയുടെ ഔപചാരികമായ ഉദ്ഘാടനം അവാർഡ് ദാനമാണ്. സാറ് ശാലുമേനോ ഇത്ര നേരം കാത്തിരുന്നു. സാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങണം എന്ന് ആദ്യമായി സാക്ഷ്യം ചെയ്തതും ശാലുമേനോനാണ്. അപ്പം സാറിന് ലേറ്റായതുകൊണ്ട് പുള്ളിക്കാരിക്ക് പരിപാടി ഉള്ളത് കൊണ്ടാണ് പോയത്.
അപ്പം സാറിന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർകൾ ഇല്ല. അപ്പം നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, സാറ് തന്നെയാണ് മറ്റൊരു ഓപ്ഷൻ. അപ്പം നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഏറെ സ്നേഹത്തോടു കൂടിയും അപ്പോൾ സാറിന് സമയമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയാനിരുന്ന സജി ചെറിയാനില്ല, അദ്ദേഹത്തിന് തിരക്കുകൊണ്ടാണ്. അപ്പം സാർ എത്തിച്ചേർന്നുണ്ട്. നമുക്ക് അടുത്ത ഒരാശംസ പ്രസംഗം അറിയിക്കുവാൻ നമ്മുടെ ഏറെ പ്രിയങ്കരിയായ സൗമ്യ മാവേലിക്കര 2 വാക്ക് സംസാരിക്കുകയും 5 നടിമാരുടെ സൗണ്ട് ഇതിൽ കൂടെ പറയുകയും ചെയ്യും. സൗമ്യ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും അരങ്ങ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ്റെ എല്ലാ നല്ലവരായ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അർപ്പിക്കുന്നു. ഒരു മൈക്ക് കിട്ടി ആദ്യം 2 വാക്ക് സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് ഞാൻ മറന്നു പോകുന്നു. ഞാൻ പലരുടെ സൗണ്ടിൽ സംസാരിക്കുന്നു, അപ്പം യഥാർത്ഥത്തിൽ എൻ്റെ സൗണ്ട് ഞാൻ മറന്നു പോകുന്നു. അപ്പോൾ ഇപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേര് കാണും, കുറച്ച് പേർക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. കൽക്കണ്ടം ചുണ്ടിൽ എന്ന് പറഞ്ഞ ഒരു പാട്ട് മമ്മൂക്ക അഭിനയിച്ച ഒരു പാട്ടാണ്. അത് റീൽസ് രൂപേണ അവതരിപ്പിച്ച് ഗോഷ്ഠികൾ കാണിച്ചു എന്ന് പറയാം. അങ്ങനെ കാണിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. അപ്പം എന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കൈയടിച്ചേക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് കയറി വന്നതാണ്. അപ്പം മിമിക്രി ആർട്ടിസ്റ്റായിട്ട് കയറി വന്നു എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും ഒരു സൗണ്ട് അനുകരിക്കണ്ടേ? അപ്പോൾ ഞാൻ നമ്മുടെ രഞ്ജിനി ഹരിദാസിൻ്റെ സൗണ്ട് ഒന്ന് അനുകരിക്കുകയാണ്. എനിക്ക് വലിയൊരു കയ്യടിയാണ് വേണ്ടത്. കാരണം ഒരു കലാകാരൻ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവർക്ക് നിറഞ്ഞ സദസ്സിലുള്ള കയ്യടിയാണ് അവരുടെ പ്രചോദനം. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അപ്പം ഞാൻ അനുകരിക്കുകയാണ്. അരങ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം നമ്മുടെ മാവേലിക്കരയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ മികവുറ്റിട്ടുള്ള വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് വളരെ അവരുടെ കലാപരമായിട്ട് രംഗത്ത് വളരെ ഒരു പ്രോത്സാഹനം നൽകുന്ന ഈ അരങ് ആൻഡ് സ്റ്റേജ് ആർട്ടിസ്റ്റ് അസോസിയേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. Give them a loud round of applause. ഇനി നമ്മുടെ മഞ്ജു ചേച്ചിയെ ഒന്ന് അനുകരിക്കാം. കാരണം മഞ്ജു ചേച്ചിയാണ് ഞാൻ അനുകരിച്ച് അവസാനം എൻ്റെ സൗണ്ട് മഞ്ജു ചേച്ചിയുടെ സൗണ്ട് അങ്ങനെ ആയി മാറി. അതുകൊണ്ട് മഞ്ജു ചേച്ചിയെ ഞാനത് അനുകരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് പുരുഷൻ നൽകുന്ന ബഹുമാനം അത് വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും അതേ അളവിൽ തിരിച്ചു കിട്ടുന്ന മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുവോ അന്നായിരിക്കും സ്ത്രീ സുരക്ഷിതയാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഒരു കയ്യടി അടിച്ചാട്ടെ. ഇനി എല്ലാ സ്റ്റേജുകളിലും ഞാൻ അവതരിപ്പിക്കുന്ന നമ്മുടെ ഷീലാമ്മയുണ്ട്. ഷീലാമ്മയുടെ പഴയ കാലവും പുതിയ കാല വോയിസും ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാണ്. അമ്മച്ചി, കൊച്ചു മുതലാളിയുടെ പൈസ കൊടുക്കണം അമ്മച്ചി, എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മച്ചി. കൊച്ചു മുതലാളി
മുതലാളി പാടുന്ന പാട്ട് കേട്ട് അങ്ങ് തൃക്കുന്ന പുഴക്കടാപ്പുറത്തിരുന്ന് ഞാൻ നിലവിളിക്കും, എൻ്റെ കൊച്ചു മുതലാളി. നീ പുതിയ ഷീലാമ്മ. എൻ്റെ മാത്തൂട്ടിച്ചായനുണ്ടായിരുന്നപ്പോൾ ഞാനും എൻ്റെ മാത്തൂട്ടിച്ചായനും കൂടി ആ കുന്നിൻ ചെരുവിലിരുന്ന് കപ്പയും മീനും കഴിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മാത്തൂട്ടിച്ചായൻ എന്നോട് ചോദിക്കും, നമ്മൾ രണ്ടുപേരുമുള്ള ഈ സായാഹ്നം എന്ത് രസമായിരുന്നു അല്ലേടി കൊച്ചു ത്രേസി കൊച്ചേ. ഇതോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും, ഈ അരങ്ങാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഞാൻ ഇച്ചിരി ബമ്പർച്ചിരിയിൽ ചെറിയ സ്റ്റാൻഡപ്പിൽ കൂടെ തുടങ്ങിയ ഒരാളാണ്. ദൈവം സഹായിച്ച് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സെറ്റിലോട്ട് ഞാൻ വന്ന് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ശാലുമേനം പോലുള്ള കുറേ ആൾക്കാരുടെ ഒപ്പം എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെയൊന്നും അല്ല ഇരുന്നേച്ചത്. ഞാൻ ഇൻസ്റ്റയിൽ കൂടെയൊക്കെ കൂടുതൽ ആരാധിച്ച ഒരാളായിരുന്നു സൗമ്യ ചേച്ചി. സൗമ്യ ചേച്ചിയുടെ ഒപ്പം ഒരു സ്റ്റേജ് പങ്കിടാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമുണ്ട് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ മഴവിൽ മനോരമയിൽ പോയി എൻ്റെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥ പറഞ്ഞ് വൈറലായ ഒരാളാണ് ഞാൻ. അതെല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, സുധി അത് കോമഡിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണോ എന്ന്. ഒരിക്കലും അല്ല, അതെല്ലാം മൊത്തം എൻ്റെ ജീവിതമാണ്. മൊത്തം സ്റ്റാൻഡപ്പ് എൻ്റെ ജീവിതമായിരുന്നു. ഞാൻ സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണ് എന്നെ ഇവിടുന്ന് തന്നെ ഈ അരങ്ങിൽ നിന്ന് വിളിക്കുന്ന സിജുവണ്ണനാണ് എന്നെ. സിജുവണ്ണൻ വിളിച്ചിട്ട് ചോദിച്ചു, സുധിമോളെ ഞങ്ങളുടെ ഈ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സുധിമക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ പൊന്ന് സിജുവണ്ണ, നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല, എനിക്കൊരു കഴിവുമില്ല, നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നതാണ് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന്. അതുകൊണ്ട് എന്നെ ഇതിലൊന്നും ഇതാക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ സിജുവണ്ണൻ പറഞ്ഞു, പിന്നെ വിനോദനും പറഞ്ഞ് സുധി ഉദ്ദേശിക്കുന്ന പോലെയല്ല സുധിയുടെ കഴിവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ ബൂസ്റ്റ് കയറ്റിയാണ് ഞാൻ തട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇത്ര കഴിവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യുകയും എനിക്കിവിടെ വന്ന് ഇത്രയും വലിയൊരു ഗസ്റ്റായിട്ട് ഇരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ കൂടുതൽ ഞാൻ ഈ സ്റ്റേജിൽ വന്നിരുന്നപ്പോൾ ഒരു കഥ ഓർമ്മ വന്ന്, അതൊന്ന് പറഞ്ഞേക്കാം നിങ്ങളുടെ അടുത്ത്. ഞാൻ ഈ ബമ്പർശ്ശേരിയിലൊക്കെ വന്ന് ചറ പറഞ്ഞിട്ട് ബമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നാട്ടിൽ നിന്ന് എന്നെ വിളിച്ച് ആദരിക്കാൻ വേണ്ടി എന്നെ വിളിച്ച്. അങ്ങനെ ഞാൻ ആദരവൊക്കെ മേടിക്കാൻ വേണ്ടി കോട്ടയത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ആദരവൊക്കെ തന്നപ്പോൾ സ്റ്റേജിൽ നിന്ന് വെച്ച് പറഞ്ഞു, സുധിമോളെ നീ നന്നായിട്ട് പാട്ട് പാടും എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി പറഞ്ഞ പാട്ടൊന്നും നന്നായിട്ട് പാടത്തില്ല, എങ്കിലും ഞാൻ പാടാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പാട്ട് പാടി നിൽക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ഇന്നലെ അപ്പാപ്പൻ ഓടി വന്ന് കുറേ 20, 10, 30 ആയിട്ട് ഇങ്ങനെ മാല കോർത്തിട്ട് എൻ്റെ കഴുത്തിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞ്, സൂപ്പർ പാട്ടാണ് മോളെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് നെഞ്ച് തകർന്നു പോയി കേട്ടോ. കാരണം ഇത്രയും ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം വന്ന്. അപ്പം ഞാൻ ഉടനെ എന്നെ വിളിച്ച് ആദരിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എനിക്ക് ആ പൈസ തന്ന അപ്പാപ്പനോട് ഒത്തിരി നന്ദി ഞാൻ പറഞ്ഞു. അപ്പാപ്പ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി സ്നേഹമുള്ള അപ്പാപ്പനോടാണ്. എൻ്റെ പാട്ട് കേട്ടിട്ട് ആദ്യമായിട്ടാണ് എനിക്കൊരു നോട്ടുമാല എങ്ങനെ കിട്ടുന്നത്. അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പാപ്പൻ എന്നെ കൈ കൊട്ടി വിളിച്ച്. അപ്പോൾ ഞാൻ എന്നാ നിർപ്പാ, എടി വെങ്കൊച്ചെ ആ പൈസയും കൊണ്ട് എനിക്ക് വീടി മേടിക്കാനുള്ള കാശാണ്. ഇങ്ങനത്തെ ഐറ്റം അപ്പാപ്പനാണ് നമ്മുടെ അടുത്തത്. അത് പെട്ടെന്ന് ഈ ആളിനെ വിളിച്ചപ്പോൾ ഞാൻ ഇതാണ് ഓർമ്മ വന്നത്. എന്നാൽ ഇതുപോലെ പല ഐറ്റങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ സ്റ്റാൻഡപ്പിൽ അവതരിപ്പിച്ചത്. പിന്നെ ഇതുപോലെ വലിയ ഇതിലൊന്നും സംസാരിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും എനിക്കറിയത്തില്ല. സാധാരണക്കാരിയാണ്, വീട്ടമ്മയാണ് ഞാൻ. അപ്പോൾ അതിൻ്റേതായ പരിമിതിയുണ്ട്, സംസാരിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ പറയണ്ടേ, എങ്ങനെയാണ് പറയണ്ടേ, എവിടെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ ആസ്ഥാനത്ത് കയറി സംസാരിക്കുന്നതുകൊണ്ടാണ് ബമ്പർശ്ശേരിയിൽ നിന്ന് എനിക്ക് ബമ്പർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സിജുവാൻ്റെ ഫ്രണ്ട് വന്നിരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സുധിമോളെ ഒരു പാട്ട് പറഞ്ഞെന്ന്. പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല, എന്നാലും നിങ്ങൾ സഹിക്കാന്നുള്ള ഇതേ ഉള്ളൂ. ഞാൻ പാടുന്നത് നിങ്ങൾ സഹിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പാലോ പാലോ
അറിയത്തുള്ളൂ. പിന്നെ ഒത്തിരി സന്തോഷം എന്നെ വിളിച്ചതിനും ഇവിടെ വരാൻ സഹായിച്ചതിനും ഒത്തിരി സന്തോഷം. എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, സുതിമോൾ MC എന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ പറയാൻ എനിക്ക് അറിയുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല. എല്ലാവരോടും നന്ദി. എനിക്കിവിടെ വിളിച്ചതും ഇവിടെ വരാൻ കഴിയില്ല ഒത്തിരി നന്ദി. വിനോദേട്ടനോട് സിജുവിനോടൊക്കെ ഞാൻ ഒത്തിരി നന്ദിയുണ്ട്. സിന്ധു ചേച്ചി, എനിക്ക് ഇവരെയൊക്കെയാണ് അറിയുള്ളൂ, എല്ലാവരെയും ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പറയണത്. എല്ലാവരോടും എന്നെ ഇവിടെ വിളിച്ചതിലും ഇത് ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അപ്പം നമ്മുടെ വേദി ധന്യമാക്കിയ സുതിമോളിന് സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഉച്ചഭക്ഷണം ഉടൻ തന്നെ അവിടെ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മുടെ സമ്മേളനത്തിൻ്റെ സമ്മാന കൂപ്പൺ വിതരണമാണ്. അപ്പം സമ്മാന കൂപ്പൺ ഉച്ചയ്ക്ക് ശേഷമേ വിതരണമുള്ളൂ, അതിന് നിരക്കെടുപ്പുള്ളൂ. അപ്പം ഒരു 5 മിനിറ്റും കൂടി നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. കാര്യം ബൈജു പണിക്കരെന്ന വലിയ കലാകാരൻ രാവിലെ 9:30 മണി മുതൽ വേഷം ചെയ്ത് ബാക്കിലിരിക്കുകയായിരുന്നു. നമ്മുടെ സമയത്തിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേട്ട് ആസ്വദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണത്തിനായിട്ട് പോകുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ നമ്മൾ വലിയ ഒരു തെറ്റുകാരനാകും. ഒരു കലാകാരനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ സംഘടനയുടെ ഈ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച പ്രോഗ്രാം ചെയർമാൻ ശ്രീ അമ്പിളി സുരേഷ് ബാബു കൃതജ്ഞത പറയാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടെ നമ്മുടെ ഈ യോഗ നടപടികൾ അവസാനിക്കുന്നതാണ്. ഈ യോഗത്തിൽ ഘോഷനായിട്ടുള്ള നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അസാറ്റയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബൂമർ സാർ വേദിയിലുണ്ട്. നമ്മുടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മാവേലിക്കരോട് MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർകൾ നമ്മുടെ ഈ സമ്മേളനത്തിന് മുമ്പ് നമ്മോടൊപ്പം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മാവേലി ബഹുമാന്യ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാര്യം നമ്മുടെ കൂടെ വെച്ചിട്ട്